അപ്പം നമ്മൾ എന്നാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും മാറ്റർ വേവൊക്കെ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന മെക്കാനിക്കൽ വേവ് പഠിക്കാം. ഓക്കെ. മെക്കാനിക്കൽ വേവ് എന്നത് ദ്രവ്യത്തിൻ്റെ ആന്തോളനമായ ഒരു തരംഗമാണ്. അതൊരു മാധ്യമത്തിലൂടെ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നു. മെക്കാനിക്കൽ വേവ് 2 തരമാണുള്ളത്. ഏതൊക്കെയാണ്? തിരശ്ചീന തരംഗങ്ങളും രേഖാംശ തരംഗങ്ങളും. അതിൽ തിരശ്ചീന തരംഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. തിരശ്ചീന തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടൈം എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് അല്ലേ? ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു കാര്യം ഇവിടെ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ട്രാൻസ്വേഴ്സിനകത്ത് ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ടി അല്ലേ? അതിൻ്റെ ടി എന്ന് പറയുമ്പോൾ നോക്കിയൊരു ട്രാൻസ്വേഴ്സിൻ്റെ ടി എന്ന ലെറ്റർ, ടി നമ്മൾ തിരിച്ചിട്ടാൽ അത് പെർപെൻഡിക്കുലറിൻ്റെ സൈനായിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ ലംബം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് ഊർജ കണങ്ങളും തരംഗ കണങ്ങളും പരസ്പരം ലംബമായ ഒരു കോണിൽ രൂപപ്പെടുമ്പോൾ അതിനെ തിരശ്ചീന തരംഗമെന്ന് വിളിക്കുന്നു. തിരശ്ചീന തരംഗങ്ങളുടെ മികച്ച ഉദാഹരണം എക്സാമ്പിളുകളാണ് റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ് തരംഗങ്ങൾ, സമുദ്ര തരംഗങ്ങൾ, അതുപോലെ വിഗ്ലിംഗ് സ്ട്രിങ്. അപ്പോൾ ഇവയൊക്കെയാണ് എക്സാമ്പിളുകൾ. മനസ്സിലായോ? ഇനി അടുത്ത് നമുക്ക് രേഖാംശ തരംഗങ്ങൾ എന്താണെന്ന് നോക്കാം. എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരംഗ കണങ്ങൾ അല്ലെങ്കിൽ തരംഗ ഊർജത്തിൻ്റെ വ്യാപനത്തിൻ്റെ ദിശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു. അതായത് തരംഗത്തിലെ കണങ്ങൾ എന്താണ്? തരംഗത്തിനൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആന്തോളനം ചെയ്യുക. ഇതിനെയാണ് ഇങ്ങനെയുള്ള തരംഗങ്ങളെയാണ് രേഖാംശ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നേരെ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ അല്ല, പാരലൽ ആയിരിക്കും. അതാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകാതിരിക്കാനായിട്ടാണ് ഞാൻ ട്രാൻസ്വേഴ്സ് എന്നുള്ളതിൻ്റെ ടി തിരിച്ചിട്ടിട്ട് പെർപെൻഡിക്കുലർ ലംബം എന്നുള്ളത് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ ഇവിടെ പാരലൻസ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? സമാന്തരമായിരിക്കും തരംഗ കണികകൾ. ഓക്കെ. അതുപോലെ തരംഗ കണികകൾക്കും ഊർജ കണങ്ങൾക്കും ഇടയിൽ 0 ഡിഗ്രി കോണിൽ 0 ഡിഗ്രിയാണ് രൂപം കൊള്ളുന്നത്. തരംഗത്തിൻ്റെ ചലനത്തിൻ്റെ ദിശയിൽ മാധ്യമത്തിൻ്റെ സ്ഥാനചലനം സംഭവിക്കുന്നതിനാൽ ഇത് എന്താണ്? രേഖാംശ തരംഗങ്ങൾ. അങ്ങനെയാണ് നമുക്ക് ഈ രേഖാംശ തരംഗങ്ങളെ പ്രസ്താവിക്കാൻ കഴിയുന്നതാണ് അവിടെ പറയുന്നത് കേട്ടോ. രേഖാംശ തരംഗങ്ങളുടെ ഉദാഹരണങ്ങളാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതല്ലാണ്ട് കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ഈ തരംഗങ്ങൾക്കേ. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ പഠിക്കാം കേട്ടോ.